ബിഗ് ഹീറോ 6 എന്ന മൂവിയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യ പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വില്ലനെ കണ്ടുപിടിക്കുന്നതും ഹീറോ ഫ്രണ്ട്സിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നതും വരെയാണ്. ശേഷം അവർ അവിടെ എത്തുകയും അവർ പതുങ്ങി ബിൽഡിങ്ങിലേക്ക് പോകാൻ നോക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുകയും അതോടെ അവർ ഒന്നും നോക്കാതെ കയ്യിലുള്ളതൊക്കെ വലിച്ചെറിയുകയും ഫ്രെഡ് തീയൊക്കെ ഊതുന്നു. അതോടെ അവർ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു പ്രാവായിരുന്നു. അതോടെ അവർ ബിൽഡിങ്ങിന്റെ ഡോറ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറുകയും ബേമാക്സ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതോടെ അവർ വീണ്ടും ഒരു വാതിൽ കാണുകയും അവർ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കാണുന്നു. പക്ഷെ ഇതിനിടയിൽ ഹീറോ ശ്രദ്ധിച്ചത് അവൻ മുന്നേ കണ്ട ആ സിംബലാണ്. അതോടെ അവർ നോക്കുമ്പോൾ അവിടെ CCTV ഉള്ളത് കാണുകയും അവർ ഫുട്ടേജ് നോക്കുമ്പോൾ മൈക്രോ ബോട്ട് ചോദിച്ചു വന്ന മുതലാളി എന്തൊക്കെയോ കുറച്ച് ആൾക്കാരോട് പറയുകയും ശേഷം 2 പോർട്ടൽ ഓണാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അയാൾ തൊപ്പിയെടുത്ത് അതിലൂടെ എറിയുമ്പോൾ മറ്റേ പോർട്ടലിലേക്ക് വരികയും ആ പോർട്ടലിൽ നിന്നും എറിയുമ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇതുണ്ടെങ്കിൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അയാൾ ഉള്ളിലേക്ക് ആളെ അയക്കാൻ തീരുമാനിക്കുകയും ഒരു പെണ്ണ് പോകാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യുന്നു. ഇതിനിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ എറർ കാണിക്കുമ്പോൾ കൂടെയുള്ളവൻ മുതലാളിയോട് പറയുന്നുണ്ടെങ്കിലും മുതലാളി അതൊന്നും കാര്യമാകാതെ അവളോട് ഉള്ളിലേക്ക് പോകാൻ പറയുകയും അതോടെ അവൾ മെഷീൻ ഓൺ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നു. അതോടെ മറ്റേ പോർട്ടൽ പൊട്ടിത്തെറിക്കുകയും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയുമ്പോൾ അത് ഓഫാക്കാൻ പറയുകയും അത് അപ്പോൾ തന്നെ അയാൾ ഓഫാക്കുകയും ചെയ്യുന്നു. അതോടെ പെണ്ണ് അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇതിനിടെ ഹീറോ ഈ മെഷീൻ വീണ്ടും റെഡിയാക്കാനാണോ ഇയാൾ എന്റെ മൈക്രോബോട്ട് വെച്ച് ആക്രമിക്കുന്നത് എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നും മുഖംമൂടി വരികയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതോടെ ബേമാക്സ് അവനെ കൈ ഉപയോഗിച്ച് അതൊക്കെ പൊട്ടിച്ചു കളയുകയും അതോടെ മുഖംമൂടി വീണ്ടും ബേമാക്സിനെ ആക്രമിക്കുന്നു. അതോടെ ഫ്രെഡ് റെഡിയാവാൻ പറയുകയും അവൻ ചാടി അയാളെ തീയൂതാൻ നോക്കുമ്പോൾ അവനെ മുഖംമൂടി തട്ടിക്കളയുന്നു. അതോടെ ഗോഗോ റെഡിയാവുകയും അവൾ ചാടി മറിഞ്ഞൊക്കെ അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ ഗോഗോ കയ്യിലുള്ള സാധനം വലിച്ചെറിയുകയും അവൻ മാറുന്നതോടെ അത് ഹണി ലെമണ് കൊള്ളുകയും അവരുടെ കയ്യിലുള്ള സാധനം അവിടെ വീഴുന്നതോടെ ഗോഗോയുടെ കൺട്രോൾ മുഴുവനായി പോവുകയും അവർ രണ്ടുപേരും അവിടെ തട്ടി വീഴുകയും ചെയ്യുന്നു. അതോടെ അവരെ ആക്രമിക്കാതിരിക്കാൻ വസാബി മുഖമൂടിക്ക് നേരെ തിരിയുകയും അതോടെ വസാബി കുറച്ചു സമയം പിടിച്ചു നിൽക്കുമെങ്കിലും അവരെയും മുഖമൂടി വലിച്ചെറിയുന്നു. ഇതിനിടെ അവൻ ചെന്ന് വീഴുന്നത് ഫ്രെഡിന്റെ മേലെയാണ്. ശേഷം അവരെല്ലാവരെയും മുഖമൂടി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ബേമാക്സും ഹീറോയും അങ്ങോട്ടേക്ക് വരികയും അവന് നേരെ പറന്ന് അവന്റെ മേലേക്ക് ചാടി വീഴുകയും അതോടെ അവന്റെ മുഖമൂടി കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതോടെ ഹീറോ മുഖമൂടി എടുത്ത് കയ്യിൽ വെക്കുകയും അവൻ ആരാണെന്ന് നോക്കുമ്പോൾ അത് പ്രൊഫസർ കലഹാനാണ്. ഇതിനിടെ ഹീറോ നിങ്ങൾ മരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇല്ല എന്ന് പറയുകയും ഞാനെന്ന് നിന്റെ മൈക്രോബോട്ട്സ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നും പറയുന്നു. അതോടെ ടഡാഷി നിങ്ങൾ കാരണമാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുമ്പോൾ അവൻ മരിച്ചത് അവന്റെ തെറ്റാണെന്ന് പ്രൊഫസറും പറയുന്നു. ശേഷം പ്രൊഫസർ മുഖമൂടി തരാൻ ആവശ്യപ്പെടുന്നതോടെ ബേമാക്സ് അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ ഹീറോ ബേമാക്സിനോട് അയാളെ അങ്ങ് തീർക്കാൻ പറയുകയും അതോടെ ബേമാക്സ് ഒരാളുടെ ജീവൻ എടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ടഡാഷി വെച്ച ചിപ്പ് ഹീറോ എടുത്ത് വലിച്ചെറിയുകയും അതോടെ ബേമാക്സിന്റെ വയലന്റ് മോഡ് ഓണാവുകയും പ്രൊഫസറെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഫ്രണ്ട്സ് വന്ന് ബേമാക്സിനെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും ബേമാക്സ് അവരെയൊക്കെ തട്ടി മാറ്റി പ്രൊഫസർക്ക് നേരെ പോവുകയും അയാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വാസാബി വന്ന് ബേമാക്സിനെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടും അതിന് പറ്റുന്നില്ല. ഇതിനിടെ പ്രൊഫസർക്ക് മുഖംമൂടി നിലത്ത് നിന്ന് കിട്ടുകയും അയാൾ അത് ഇട്ട ശേഷം അവിടെ നിന്നും പോകുമ്പോൾ ബേമാക്സിനെ വീണ്ടും ഫ്രണ്ട്സ് പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മുന്നിൽ കാണുന്നവരൊക്കെ അവൻ അടിക്കുകയും ഇതിനിടെ ഹണി ലെമൺ വന്ന് ടഡാഷിയുടെ ചിപ്പ് ഇടുകയും ചെയ്യുന്നു. അതോടെ ബേമാക്സ് നേരെയാവുകയും അവരോടൊക്കെ സോറിയും പറയുന്നുണ്ട്. അതോടെ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുകയും നിങ്ങൾ ടഡാഷിയുടെ കൂട്ടുകാർ തന്നെയാണോ, അവനെ എന്തിനാണ് വെറുതെ വിട്ടത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഞങ്ങൾ കൂടെ നിന്നത് അവനെ കണ്ടുപിടിക്കാനാണ് അല്ലാതെ കൊല്ലാനല്ല എന്ന് അവരും പറയുന്നു. അതോടെ ഹീറോ ബേമാക്സിനോട് വീണ്ടും അയാളെ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ എന്റെ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല എന്ന് ബേമാക്സ് പറയുകയും അതോടെ ഹീറോ ബേമാക്സിനെ എടുത്ത് അവിടെ നിന്നും പോകുന്നു. ശേഷം അവൻ വർക്ക്ഷോപ്പിൽ എത്തുകയും ബേമാക്സിന്റെ സ്കാനർ റെഡിയാക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ബേമാക്സ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അല്ലാതെ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കൊരു തേങ്ങയില്ല എന്ന് ഹീറോ പറയുകയും ആ ചിപ്പിന്റെ പോർട്ടൽ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ അത് ബേമാക്സ് ലോക്കാക്കി വെക്കുകയും എന്നെ ഉണ്ടാക്കിയത് ആരെയും കൊല്ലാനല്ല ജീവൻ രക്ഷിക്കാനാണ് എന്ന് ബേമാക്സ് പറയുമ്പോൾ ഹീറോ സ്യൂട്ടൊക്കെ വലിച്ചൂരി വീണ്ടും അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പ്രൊഫസർ കാലഹാനെ കൊന്നാൽ നിങ്ങളുടെ മൂഡ് ഓഫ് മാറുമോ എന്ന് ബേമാക്സ് ചോദിക്കുകയും ഇതിനിടെ ഹീറോ എനിക്ക് അറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അതോടെ ബേമാക്സ് ടഡാഷി അവനെ ഉണ്ടാക്കുമ്പോൾ പാളിപ്പോയതിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയും 100 കണക്കിന് പാളിയിട്ടാണ് ബേമാക്സിനെ കണ്ടുപിടിച്ചതെന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇതിനിടെ ടഡാഷി നിന്നെ കൊണ്ട് ഒരുപാട് ആൾക്ക് ഗുണം ഉണ്ടാവുമെന്ന് പറയുകയും വീഡിയോ ഓഫ് ആവുകയും ചെയ്യും. അതോടെ ഹീറോ സങ്കടത്തോടെ ബേമാക്സിനോട് വീഡിയോ കാണിച്ചു തന്നതിന് താങ്ക്സ് പറയുകയും അവനോട് സോറി പറയുകയും ചെയ്യുന്നു. ഇതിനിടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് എത്തുകയും അവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം ഫ്രണ്ട്സ് നമ്മൾ ഒന്നുകൂടി പ്രൊഫസർ കാലഹാനെ പിടിക്കണം പക്ഷെ കൊല്ലാനല്ല എന്ന് പറഞ്ഞ് അവനൊരു പെൻഡ്രൈവ് കൊടുക്കുകയും അവരത് സിസ്റ്റത്തിൽ കുത്തി കണ്ടു നോക്കുമ്പോൾ നേരത്തെ കണ്ട ഫുട്ടേജിന്റെ ശേഷമുള്ള വീഡിയോ ആണിത്. പ്രൊഫസർ കാലഹാൻ കമ്പനിയുടെ മുതലാളിയോട് ചൂടാവുന്ന വീഡിയോ ആണിത്. ഇതിനിടെ അവർക്ക് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയും അതോടെ അവർ വീഡിയോയുടെ ആദ്യം എടുത്തു നോക്കുമ്പോൾ കാലഹാൻ ഉള്ളിലേക്ക് പോയ പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ അവർ വീണ്ടും പ്രൊഫസർ കാലഹാനെ നോക്കി പോവാൻ റെഡിയാവുന്നു. ശേഷം കാണിക്കുന്നത് കമ്പനിയുടെ മുതലാളി അയാളുടെ കമ്പനിയിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലഹാൻ അങ്ങോട്ടേക്ക് വരികയും അയാളെ പിടിക്കുകയും ചെയ്യുന്നു. ശേഷം കാലഹാൻ അയാളോട് വല്ലാതെ ചൂടാവുകയും നീ എന്റെ മകളെ പോർട്ടലിന്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചത്
ആവശ്യമില്ലടാ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അപകടമായിരുന്നു എന്ന് മുതലാളി പറയുമ്പോൾ അല്ല എന്ന് പറയുകയും നിനക്ക് ആദ്യമേ അറിയായിരുന്നു അതിൽ പോകുന്നത് സേഫ് അല്ല എന്നിട്ടാണ് നീ എന്റെ മകളെ അതിന്റെ ഉള്ളിലേക്ക് വിട്ടത്. എന്റെ മകൾ പോയത് നീ കാരണമാണ് എന്ന് പറഞ്ഞ് ആ പോർട്ടൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും നീ കെട്ടിപ്പടുത്തിയത് മുഴുവൻ ഇന്ന് പോകുന്നത് നിനക്കിന്ന് കാണാമെന്ന് പറഞ്ഞ് പോർട്ടൽ അവിടെ ഓണാക്കുന്നു. അതോടെ ബിൽഡിംഗ് മുഴുവൻ പൊളിഞ്ഞ് അതിലേക്ക് പോവാൻ തുടങ്ങുന്നു. ഇതിനിടെ ഹീറോയിൻ ടീം അങ്ങോട്ടേക്ക് എത്തുകയും അവനെ വിടാനും പറയുന്നു. അതോടെ പ്രൊഫസർ ഇവനാണ് എന്റെ മകളെ കൊന്നത് എന്ന് പറയുമ്പോൾ പ്രതികാരം ചെയ്തതുകൊണ്ട് ആരും തിരിച്ചു വരില്ല എന്ന് ഹീറോയിൻ പറയുന്നു. അതോടെ കലഹൻ ദേഷ്യപ്പെട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങുകയും അതോടെ ബേമാക്സും ഹീറോയും മാസ്ക് അഴിക്കാൻ വേണ്ടി പ്രൊഫസറിന്റെ അടുത്തോട്ട് പോയതും പ്രൊഫസർ അവരെ വലിച്ചെറിയുന്നു. അതോടെ ഹീറോ തെറിച്ച് ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതോടെ ഹീറോ ബിൽഡിങ്ങോടൊപ്പം പോർട്ടലിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രൊഫസർ ബേമാക്സിനെ വീണ്ടും ആക്രമിക്കുന്നു. അതോടെ ഹീറോയുടെ ഫ്രണ്ട്സ് പ്രൊഫസറെ ആക്രമിക്കാൻ തുടങ്ങുകയും ഇതിനിടെ ഹീറോ മുകളിലേക്ക് വലിഞ്ഞ് ഒരു കമ്പിയിൽ പിടിച്ചു നിൽക്കുകയാണ്. ഇതേസമയം പ്രൊഫസർ ഫ്രണ്ട്സിനെയൊക്കെ ആക്രമിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതിനിടെ ഹീറോ മൈക്രോബോട്ട് അതിലേക്ക് വലിഞ്ഞു പോകുന്നത് കണ്ട് അവനൊരു ഐഡിയ തോന്നുകയും നിങ്ങൾ പൊട്ടിക്കുന്ന മൈക്രോബോട്ട്സ് ഒക്കെ ചാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരോട് കൂടുതൽ മൈക്രോബോട്ട് പൊട്ടിക്കാൻ പറയുകയും അതോടെ അവർ പല രീതിയിലും ഓരോരുത്തരായി മൈക്രോബോട്ട് പൊട്ടിച്ചു കളയുന്നു. ഇതിനിടെ ബൈമാക്സിന് മുഴുവനായി മൈക്രോബോട്ട് പൊതിയുന്നതോടെ ബൈമാക്സ് കൈ ഉപയോഗിച്ച് അത് പൊട്ടിക്കുകയും പറന്നു വന്ന് ഹീറോയെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതോടെ അവർ വീണ്ടും ഒരുമിച്ച് ചേരുകയും എല്ലാവരും പല രീതിയിലും ആക്രമിക്കാൻ തുടങ്ങുന്നതോടെ മൈക്രോബോട്ട്സ് ഒരുപാട് പൊട്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതിനിടെ ബൈമാക്സും മൈക്രോബോട്ട് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടെ ബൈമാക്സിനെ പ്രൊഫസർ പിടികൂടുകയും അവരെ ആക്രമിക്കാൻ നോക്കുമ്പോൾ മൈക്രോബോട്ട് വരുന്നില്ല. അതോടെ ബൈമാക്സ് അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് പ്രൊഫസറിന്റെ അടുത്തേക്ക് ചെല്ലുകയും മുഖംമൂടി പൊട്ടിച്ചും കളയുന്നു. അതോടെ പോർട്ടൽ വരെ നിലത്തേക്ക് വീഴുന്നു. ശേഷം അവർ പ്രൊഫസറും എടുത്ത് താഴേക്ക് വരികയും ഇതെങ്ങനെ ഓഫാക്കണം എന്ന് മുതലാളിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഓഫാക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുകയും അതോടെ അവിടെ നിന്ന് അവർ ഓടാൻ തുടങ്ങുമ്പോൾ ബൈമാക്സ് അതിലേക്ക് നോക്കി നിൽക്കുന്നു. അതോടെ നീ എന്താണ് വരാത്തത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇതിൽ ഒരു ജീവനുണ്ടെന്നും അതൊരു പെണ്ണാണ്, അവൾ ഉറങ്ങുകയാണ് എന്നും ബൈമാക്സ് പറയുന്നു. അതോടെ അത് കാലഹാന്റെ മകളാണ് എന്ന് പറഞ്ഞ് ബൈമാക്സും ഹീറോയും അതിലേക്ക് പോവാൻ നോക്കുമ്പോൾ അത് അപകടമാണെന്നൊക്കെ മുതലാളി പറയുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും കേൾക്കാതെ ബൈമാക്സിനെ എടുത്ത് അതിലേക്ക് പോകുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ വല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് അത്. ബിൽഡിംഗ് മുഴുവനും വലിച്ചെടുത്തത് കൊണ്ട് മുഴുവൻ അവശിഷ്ടങ്ങളാണ് അതിൽ. ഇതിനിടെ അവരുടെ നേർക്ക് കല്ലുകളും കമ്പിയുമൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ഇതിനിടെ ബൈമാക്സ് അവളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതോടെ അവർ അവളുടെ അടുത്തെത്തുകയും അവൾ സേഫ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവളെ എടുത്ത് മുകളിലേക്ക് പോകുന്നു. ബൈമാക്സ് ആ റോക്കറ്റ് പിടിച്ചത് കൊണ്ട് അവന് മുന്നൊന്നും കാണുന്നില്ല. അവന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഹീറോയാണ്. അങ്ങനെ അവർ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയൊക്കെ പോവുകയും പോർട്ടലിന്റെ അടുത്ത് എത്താൻ പോയതും ഹീറോ ബാക്കിലേക്കൊക്കെ നോക്കി സന്തോഷിക്കുമ്പോൾ അവർക്ക് നേരെ ഒരു കല്ല് വരികയും അതോടെ ബൈമാക്സ് ഹീറോയ്ക്ക് കവറായി നിൽക്കുകയും അതോടെ ബൈമാക്സിന്റെ സ്യൂട്ട് പകുതിയും പൊട്ടിപ്പോകുന്നു. അതോടെ ബൈമാക്സ് റെസ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്നില്ല. അതോടെ ബൈമാക്സിനെ അവൻ പിടിച്ച് അടുത്ത് നിർത്തുന്നു. ഇതിനിടെ ബൈമാക്സ് നിങ്ങളെ പുറത്തെത്തിക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ കൈ റോക്കറ്റിൽ വെച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാനിത് വിട്ട് ഓഫ് ആവുമെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ വരും എന്ന് ഹീറോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജീവനാണ് എനിക്ക് വലിയത് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്ന് ഹീറോ സങ്കടത്തോടെ പറയുന്നുണ്ടെങ്കിലും അതിന് സമയമില്ല എന്ന് ബൈമാക്സ് പറയുമ്പോൾ എനിക്ക് നിന്നെയും നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് ഹീറോ വിഷമത്തോടെ പറയുകയും ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് ബൈമാക്സ് പറയുകയും ചെയ്യുന്നു. അതോടെ ഹീറോ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഹീറോ പറയുമ്പോൾ ബൈമാക്സ് അവനെ മുകളിലേക്ക് വിടുകയും അതോടെ ബൈമാക്സ് ഓഫ് ആവുകയും ചെയ്യുന്നു. അതോടെ ഹീറോ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട ഫ്രണ്ട്സ് സന്തോഷത്തോടെ ഓടി വരുമ്പോൾ ബൈമാക്സ് ഇല്ലെന്ന് കണ്ടതും അവരും സങ്കടപ്പെടുന്നു. അതോടെ പ്രൊഫസർ കലഹന്റെ മകൾ കണ്ണു തുറക്കുകയും അവളെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ പ്രൊഫസർ കലഹനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ മുകളിൽ നിന്നും ഹീറോ കാണുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഹീറോയുടെ ആന്റിയുടെ ചായക്കടയിൽ നിന്നും ഫ്രണ്ട്സും ഹീറോയും ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയിൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും പക്ഷേ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് മാത്രം അറിയില്ല എന്നും അതിൽ പറയുന്നു. ശേഷം ഹീറോ അവരോടൊപ്പം റോബോട്ടിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും ഇതിനിടെ അവൻ ബൈമാക്സിന്റെ കൈ എടുക്കുകയും അവർ എന്നും ചെയ്യുന്നത് പോലെ കൈ രണ്ടും കൂട്ടിയിടിക്കുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ കയ്യിൽ എന്തോ ഇരിക്കുന്നത് കാണുകയും അതോടെ അവൻ തുറന്നു നോക്കുമ്പോൾ ടെഡാഷി ഉണ്ടാക്കിയ ബൈമാക്സിന്റെ ചിപ്പാണത്. അത് കയ്യിൽ വെച്ചത് കൊണ്ടാണ് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ബൈമാക്സ് പറഞ്ഞത്. ശേഷം ഹീറോ ബൈമാക്സിനെ ഉണ്ടാക്കുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് വീണ്ടും സൂപ്പർ ഹീറോസ് ആയി അവർ എല്ലാവരെയും രക്ഷിക്കുകയും ആ സിറ്റിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതോടെ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു സിനിമയായിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ആർ.